ഇന്ന് നമ്മൾ 20 ഓപ്പറേഷൻ കഴിഞ്ഞ് തിയേറ്റർ തീരുന്ന സമയമാണ്. അപ്പോൾ ഈ മെഷീൻ വന്നിട്ട് സ്റ്റെല്ലാറസ് എലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ ഏറ്റവും മുന്തിയ ലെവലിൽ നിൽക്കുന്ന ഒരു മെഷീനാണ്. വെഞ്ചുറി സിസ്റ്റം എന്ന് പറയും. ഇതിൽ പവർ കൂടുതലാണ്, അതിൻ്റെ വാക്യൂമും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതൊരു നമ്മുടെ തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ ഏറ്റവും പുതിയ രീതിയിൽ ചെയ്യുന്ന ഒരു മെഷീനാണ്. 1.8 മില്ലിമീറ്റേഴ്സ് മൈക്രോ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി എന്ന് പറയും, MICS എന്ന് പറയുന്നത് 2.2ലൂടെയും ചെയ്യാം, 1.8ലൂടെയും ചെയ്യാം. 1.8 എന്ന് പറഞ്ഞാൽ ആ മുറിവിൻ്റെ സൈസാണ്. 1.8 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറുതാണ്. കീ ഹോൾ സർജറി എന്ന് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതിൽ കണ്ണിലുള്ള കീ ഹോൾ സർജറിയാണ് ഈ MICS എന്ന് പറയുന്നത്. അപ്പോൾ 2.2ന് കാട്ടും സ്റ്റാൻഡേർഡായിട്ട് മിക്കയിടത്തും നമ്മളിപ്പോൾ ചെയ്യുന്നത് 2.2 മില്ലിമീറ്റേഴ്സ് ഇൻസിഷനാണ്. പക്ഷേ ഇവിടെ ചെയ്യുന്ന MICS ഈ മെഷീൻ ഉള്ളത് കാരണം 1.8 മില്ലിമീറ്റേഴ്സ് ആണ്. അപ്പോൾ അത്രയും കൂടെ ചെറുതാണ്. ഒരു 0.4 മില്ലിമീറ്റർ കൂടെ ചെറിയ മുറിവാണ്. ഏതാണ്ട് ഒരു 0.5 എന്ന് വെച്ചോ. അപ്പോൾ അത് മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ഇന്നിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ തന്നെ മുറിവ് ഏതാണ്ട് ഉണങ്ങിയിരിക്കും. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പേഷ്യൻ്റ് തല കുളിക്കാൻ റെഡിയാണ്. അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് അവർക്ക് അവരുടെ ദിനചര്യയിലേക്ക് നീങ്ങാവുന്നതാണ്. അവർക്ക് ഡ്രൈവ് ചെയ്യാം, ജോലിക്ക് പോകാം, ഓഫീസിൽ പോകേണ്ടവർക്ക് പോകാം, ഒരു ഡോക്ടറിനെ പേഷ്യൻറ്റിനെ കാണാം. അപ്പം ആകെ 2 ദിവസമാണ് ഇതിൻ്റെ റെസ്റ്റ് പീരിയഡ്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. കേരളത്തിൽ വേറെ എങ്ങും തന്നെ ഈ മെഷീൻ ഈ 1.8 മില്ലിമീറ്റേഴ്സിലൂടെ ചെയ്യുന്നത് വിരളമാണ്. ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന 3 സെൻറ്ററിൽ മാത്രമേ ഈ 1.8 മില്ലിമീറ്റേഴ്സ് MICS ചെയ്യുന്നുള്ളൂ. അത് ചെയ്യാനും അല്പം കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് പലയിടത്തും അത് ചെയ്യാറില്ല. ഇവിടെ നമ്മൾ ഈ സെൻറ്ററിൽ അത് ചെയ്യുന്നതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിവ് പെട്ടെന്ന് ഉണങ്ങും എന്നുള്ളതാണ്. 1.8 മില്ലിമീറ്റേഴ്സ് 2 ദിവസം കൊണ്ട് ഉണങ്ങും. 3-ാം ദിവസം തൊട്ട് അവർക്ക് ജോലിക്ക് തിരിച്ചു പോകാം. മറ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡ് കൂടുതലാണ്. നമുക്ക് ഓപ്പറേഷൻ വന്നിട്ട് ഒരു 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്ത് തീരാവുന്നതാണ്. നമ്മളിപ്പം ചെയ്യുന്ന ഫേക്കോ എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് ഈ മെഷീൻ വഴി ചെയ്യുന്നത്. അതിൽ നമുക്ക് പണ്ടത്തെ പോലെ ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല. തുള്ളിമരുന്ന് മൂലം മരവിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പേഷ്യൻറ്റിന് യാതൊരു വിധത്തിലുള്ള വേദനയും അനുഭവപ്പെടാറില്ല. നമ്മളൊന്ന് കണ്ണ് തൊടുന്നത് പോലെയോ കണ്ണിൽ വെള്ളം ഒഴിക്കുന്ന ആ ഒരു കാര്യം മാത്രമേ പേഷ്യൻറ്റിന് അനുഭവപ്പെടാറുള്ളൂ. വളരെ സുഗമമായ ഒരു പ്രക്രിയയാണ്. 3-4 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ കഴിയും. അപ്പോൾ പേഷ്യൻറ്റിന് ആ ഒരു അതിയായ ഭയമെല്ലാം ഇതുമൂലം ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഓപ്പറേഷൻ കഴിയുന്നത് കൊണ്ട് പലർക്കും ഇതൊരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. ഇത്രയും പെട്ടെന്ന് തിമിര ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ, ലെൻസ് വെച്ചോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. 3-4 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് 20 ഓപ്പറേഷൻ ചെയ്തു. ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 20 കേസോളം തീർത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും ഈ മെഷീൻ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു മോഡേൺ ഓപ്പറേറ്റിംഗ് തിയേറ്ററാണ്. നമ്മൾ മൈക്രോസ്കോപ്പ് ആണെങ്കിലും മെഷീൻ ആണെങ്കിലും എല്ലാം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ നാട്ടുകാർക്ക്, ഇവിടെയുള്ള ചെങ്ങന്നൂരും ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാ ടൗൺസിനും അത് പ്രയോജനപ്പെടാറുണ്ട്. ഇത് ഏതാണ്ട് ചെങ്ങന്നൂർ ഒരു ഹബ്ബ് പോലെയാണ്. സെൻട്രൽ ട്രാവൻകൂറിലുള്ള അടുത്തുള്ള എല്ലാ ഡിസ്ട്രിക്ട്സിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങളൊരു 10 കൊല്ലമായി. ഈ 10 കൊല്ലത്തിനിടയിൽ വളരെ ഇത് ഒരു